യൂദയുടെ ലേഖനത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 17ാമത്തെ ക്ലാസ്സാണ്. ദൈവം ഇത്രയും ദിവസം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആവശ്യമായ ദൈവകൃപ നമുക്ക് നൽകി. ഈ ക്ലാസ്സും ഒരുപക്ഷെ അടുത്ത ഒരു ക്ലാസ്സും കൂടെ കൊണ്ട് ഈ യൂദയുടെ ലേഖന പഠന പരമ്പര അവസാനിക്കും എന്ന് ചിന്തിക്കുന്നു. ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതിൻ്റെ 21ാമത്തെയും 22ാമത്തെയും വാക്യങ്ങളാണ് ചിന്തിച്ച് തുടങ്ങി അതിൻ്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചത്. നമ്മെ തന്നെ പണിയുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ആത്മിക വർധന വരുത്തുക, ബിൽഡിങ് അപ്പ് യുവർ സെൽഫ്. അതിനായിട്ട് വചന പഠനം, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന, അതുപോലെ ദൈവ സ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളും അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. അടുത്ത ഒരു പോയിന്റിലേക്ക് കൂടെ നമ്മൾ കടക്കുവാൻ തക്കവണ്ണം ഇടയായല്ലോ. മറ്റുള്ളവരോട് നിർവഹിക്കേണ്ട കടമ, മറ്റുള്ളവരെ പണിയുക, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. 22, 23 വാക്യങ്ങളിലാണ് അതുള്ളത്. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്വിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. 3 കാര്യങ്ങളാണ് ഇവിടെയും നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അത് വീണ്ടും ആവർത്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സംശയിക്കുന്ന, വചനത്തിൻ്റെ സംശയത്തിൽ, ദുരുപദേശത്തിൽപ്പെട്ട് സംശയത്തിൽ ഉഴലുന്ന അവരോട് നാം കരുണ കാണിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ 2ാമത്തെ പോയിന്റിലേക്ക് നാം കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ, സ്നാച്ചിങ് ദം ഔട്ട് ഓഫ് ദ ഫയർ. തീയിൽ വെന്തെരിഞ്ഞ് കിടക്കുന്ന, അല്ലെങ്കിൽ തീയിൽ കിടക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ലോകത്തിൽ ധാരാളം പേരുണ്ട്. അവരെ അതിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിക്കുക. അത് നമ്മൾ മറ്റുള്ളവരോട്, നമ്മുടെ സമശിഷ്ടങ്ങളോട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇവിടെ തീയിൽ നിന്നും വലിച്ചെടുക്കുക എന്നുള്ള പ്രയോഗം പ്രധാനമായിട്ടും നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കുക, നരകത്തീയിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു ചില അർത്ഥങ്ങളൂടെ അതിനുണ്ട്. പ്രധാനമായും നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കുക. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈ തീയിൽ നിന്നും മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് അടിക്കടി നൽകിയ ആഹ്വാനവും താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് നൽകിയ ആ ആഹ്വാനവും ഒക്കെ അതുതന്നെയായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് നാം അതിന് പണിപ്പെടണം? മറ്റുള്ളവരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിക്കേണ്ട ഇതിൻ്റെ കടമ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യകത നമ്മിൽ എന്ത് നിക്ഷിപ്തമാക്കിയിരിക്കുന്നു, അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം നാമും ആ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവരാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. നാം ഓരോരുത്തരും അത്തരത്തിലുള്ള നരകാഗ്നിയിൽ നിന്നും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ അവസ്ഥയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ അവിടെ ആയിരുന്നാലുള്ള വ്യഥയും അതിൻ്റെ ന്യായവിധിയും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ നാം വലിച്ചെടുത്ത് രക്ഷിക്കേണ്ട ആവശ്യം ഉണ്ട്. നാം ഓരോരുത്തരും തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നാമും ചിലരെയെങ്കിലും നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കേണ്ടതിന് ആവോളം പ്രവർത്തിക്കണം. ഇത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നമ്മൾ മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട്
ഒരു ആത്മാവിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നരകാഗ്നിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ അതിൽ നിന്നും രക്ഷിപ്പാൻ തക്കവണ്ണം നാം സകല പ്രയത്നവും കഴിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഇവിടെ യൂദ നമ്മോട് ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. റോമർക്ക് എഴുതിയ ലേഖനം, പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 11-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക്, റോമർ 11:14, ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനയും സ്പർദ്ധ, ജലസി ജനിപ്പിച്ച് അവരിൽ നിന്നും ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. ജാതികളുടെ ഇടയിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരെ രക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ തൻ്റെ സ്വജാതിക്കാരായ ആൾക്കാരോട്, യഹൂദന്മാരോടും തനിക്ക് കടപ്പാടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസിൻ്റെ പ്രവർത്തനം ജാതികളെ രക്ഷയിലേക്ക് നയിക്കുമ്പോൾ തൻ്റെ സ്വജാതിക്കളായ യഹൂദന്മാർക്ക് അത് ഇവൻ ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, ജാതികൾ ധാരാളമായിട്ട് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുന്നു, അത് തൻ്റെ സ്വജാതിയായ യഹൂദന്മാർക്ക് ഒരു പ്രചോദനമാകണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അപ്പോൾ താൻ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ അത് മുഖാന്തരം മറ്റൊരു വിഭാഗത്തിന് പ്രചോദനം ആകണം, അവര് രക്ഷയിലേക്ക് വരണം. അങ്ങനെ യഹൂദന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടവർ അവരുടെ സ്വജാതിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. പൗലോസിൻ്റെ എല്ലാവിധമായ പ്രയത്നവും പ്രവർത്തനവും തൻ്റെ ജീവിതവും ഒക്കെ പാപികളെ രക്ഷിക്കുക, മറ്റുള്ളവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ പ്രാധാന്യം തനിക്ക് പ്രധാനമായിട്ടും അറിയാവുന്നതാണ്. ആമോസിൻ്റെ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇസ്രയേലിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവം സോദോമിനെയും ഗോമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉന്മൂലനാശം വരുത്തി, നിങ്ങൾ കത്തുന്ന തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ആയിരുന്നു, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രയേലിൻ്റെ വിടുതൽ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു വിടുതലാണ്. തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളി പോലെയാണ് ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചതെന്ന് മാത്രമല്ല, അവരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ വിടുവിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതുമൊക്കെ അത്തരത്തിലാണ്. അവർ ആ സോദോം ഗോമോറ ഉന്മൂലനാശം ചെയ്തതുപോലെ നിങ്ങളുടെ ഇടയിൽ ഉന്മൂലനാശം വരുത്തി. അവരുടെ ഇടയിൽ പലവിധമായ ശുദ്ധീകരണ പ്രക്രിയകളും സംഹാര പ്രക്രിയകളും ശിക്ഷണങ്ങളും ഒക്കെ നടത്തിയാണ് അവരെ കൊണ്ടുവന്നത്. എന്നിട്ടും അവർ യഹോവയുടെ അരുളപ്പാട് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇസ്രായേലിൻ്റെ വിടുതൽ അത്തരത്തിലായിരുന്നു. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളവും നമ്മെ എരിയുന്ന ആ തീച്ചൂളയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു തീച്ചൂളയിൽ നിന്നൊരു തീക്കൊള്ളിയെ എടുത്ത് മാറ്റിയതുപോലെ, അത് നശിച്ചു പോകാതെ അതിനെ മാറ്റിയെടുത്തതുപോലെ ദൈവം നമ്മെയും രക്ഷിച്ചിരിക്കുകയാണ്. സഖരിയാവിൻ്റെ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ യോശുവയെക്കുറിച്ച് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിന്നപ്പോൾ സാത്താൻ തൻ്റെ മേൽ കുറ്റം ചുമത്തി. അതിന് യഹോവ നൽകിയ ഒരു പ്രധാനപ്പെട്ട ഉത്തരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. യഹോവ സാത്താനോട് പറയുന്നതാണ്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരൂശലേമിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ, ഇവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ. അപ്പോൾ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള ശരിയായ ബോധം നമുക്കുണ്ടെങ്കിൽ നാം ഈ കാര്യം, ചിലരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിപ്പിൻ എന്നുള്ള യൂദയുടെ ആഹ്വാനം, മറ്റുള്ളവരോട് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആ കടപ്പാട് നാം ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. കർത്താവായ യേശുക്രിസ്തു ദൈവക്രോധാഗ്നിയിൽ കൂടി കടന്നു പോയിയാണ് ഈ രക്ഷ നമുക്ക് ഒരുക്കിയത്. അത് നമ്മൾ മറക്കുവാനായിട്ട് പാടില്ല. ദൈവം കടന്നുപോയ
ആ ആ കഷ്ടങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു തീയിലേക്ക് വീഴുന്ന അവസ്ഥയിലാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ കിടന്നത്. നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ക്രോധാഗ്നി മുഴുവനായിട്ട് തൻ്റെ മേൽ ചൊരിഞ്ഞു എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മെ ആ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അത്തരത്തിലുള്ള ഒരു അനുഭവത്തിൽ കൂടി പോയി ആണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാമും അങ്ങനെ രക്ഷിച്ചിരിക്കുന്ന നാമും ചിലരെയെങ്കിലും തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണെന്ന് യൂദ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നമുക്ക് ഇനി കൂടുതലായിട്ട് അതിനെ വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തീയിൽ നിന്നും വലിച്ചെടുക്കുക, മറ്റുള്ളവരോട് നമ്മെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, നാം ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് നാം ചെയ്യേണ്ട കടപ്പാടുകൾ ഒരിക്കലും മറന്നു പോകാനായിട്ട് പാടില്ല. ഏറ്റവും പ്രധാനമായിട്ട് തീയിൽ നിന്നും വലിച്ചെടുത്ത് മറ്റുള്ളവരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ശരിക്കും നാം ഈ സുവിശേഷം അറിയിക്കുമ്പോൾ, സുവിശേഷം അറിയിച്ച് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട് വരുന്നു എന്ന് പറയും, നമ്മൾ ലാഘവത്തോടെ പറയുന്നുണ്ട് എങ്കിലും അവൻ ഏത് അവസ്ഥയിൽ നിന്നാണ് രക്ഷ പ്രാപിച്ചത്? അവൻ്റെ ജീവിതം, നാം നേരത്തെ നിത്യജീവനാണ് അവന് നൽകുന്നത്. നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന അവസ്ഥ, എരിയുന്ന തീയിൽ ആയിരിക്കേണ്ട അവസ്ഥ, അവിടെ നിന്നാണ് നമ്മളൊരു പാപിയെ രക്ഷിക്കുന്നത്, ആ പാപിയെ രക്ഷിപ്പാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് അതിനെ കാണേണ്ടത് ആണ്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലുപരി ഈ തീയിൽ നിന്നും വലിച്ചെടുത്ത്, ചിലരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിക്കുക എന്ന് പറയുമ്പോൾ, രക്ഷിക്കപ്പെട്ട ചിലർ തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകളിലൂടെ, പരീക്ഷകളിലൂടെ കടന്നുപോയി വളരെ വിഷമിക്കുന്ന തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ധാരാളം പേരുണ്ട്. അവരോടും കരുണ കാണിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്, അല്ലേ? നമ്മൾ വിശ്വാസികൾ അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്നവർ ധാരാളമുണ്ട്. അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ ധാരാളമുണ്ട്. അവരെ നമ്മൾ അവഗണിക്കുകയല്ല, അവരെ മറക്കുകയല്ല, അവരോടും നമ്മൾ കരുണ കാണിക്കണം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ബാലശിക്ഷ ആയിരിക്കും അവർ അതിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. അതുകൊണ്ട് അവരെ തള്ളിക്കളയാതെ അവർക്ക് നൽകേണ്ട ഉപദേശങ്ങളും അവർക്ക് നൽകേണ്ടതായ എല്ലാ കാര്യങ്ങളും, ഭൗതികവും ആത്മികവുമായ കാര്യങ്ങൾ അവർക്ക് നൽകി ആ അഗ്നിശോധനയിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടത് ഓരോ വിശ്വാസികളുടെയും കടമയാണ്. അപ്പോൾ ഇവിടെ യൂദ പറയുകയാണ്, എന്താ? ചിലരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ഒന്നാമത് പാപികളായ മനുഷ്യരെ നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കുന്ന ദൗത്യം. മറ്റൊന്ന്, വിശ്വാസികൾ അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ വചനം യഥാർത്ഥത്തിൽ പറഞ്ഞ് അവരെ ഉറപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും അതിൽ നിന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പന്ഥാവിലേക്ക് അവരെ കൊണ്ടുവന്ന് ആ അഗ്നിശോധനയിൽ നിന്നും വിടുവിക്കേണ്ട ഉത്തരവാദിത്വവും ഒരു ദൈവമകന് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ്, പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. മൂന്നാമതായിട്ട് മറ്റുള്ളവരോട് ചെയ്യേണ്ട കാര്യമായിട്ടവിടെ പറയുന്നത്, ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. ആദ്യം കരുണ ചെയ്വിൻ എന്ന് അവിടെ പറയുന്നുണ്ട്. എങ്ങനെയുള്ളവരോട്? സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്വിൻ. അത് നമ്മൾ വളരെ വിശദമായിട്ട് ചിന്തിച്ചതാണ്. ഇവിടെ കരുണ കാണിപ്പിൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ, അല്ലേ? ആൻഡ് സം ഹാവ് mercy, hating even the garments spotted by flesh എന്നാണ് ഇംഗ്ലീഷിൽ. നാം നമുക്ക് തന്നെ ആത്മിക വർധന വരുത്തുകയും ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ചും കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യൂദ ഇവിടെ പറയുന്നത്. ഇവിടെ ദുരുപദേഷ്ടാക്കളായ ഭിന്നത വരുത്തുന്ന ചിലരെ അതിൽ നിന്നും വിടുവിക്കാൻ കഴിഞ്ഞാൽ അത് നല്ല ഒരു കാര്യമാണ്
എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. ഇവിടെ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം വിശ്വാസത്യാഗികളുടെയും അതുപോലെ തന്നെ ദുരുപദേഷ്ടാക്കാരുടെയും അവർക്കെതിരായിട്ടുള്ള വിശ്വാസിയുടെ പോരാട്ടത്തെക്കുറിച്ചാണ് യൂദ ഇവിടെ ഉദ്ബോധിപ്പിച്ചെഴുതുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട അതിൻ്റെതായ വിശ്വാസത്യാഗികളോട് നാം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുകയാണ്. എന്താണ്? ദുരുപദേഷ്ടാക്കളായ അല്ലെങ്കിൽ ഭിന്നത വരുത്തുന്ന ചിലരെ അതിൽ നിന്നും വിടുവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്നാൽ അത് വളരെ ഭയത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദുരുപദേഷ്ടാക്കളെ അതിൽ നിന്നും കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ വളരെ നാശത്തിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവരെ അതിൽ നിന്നും കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഭയത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഭയത്തോടെ ചെയ്യേണ്ടതാണെങ്കിലും അതും കരുണയായിട്ടാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ അവരുടെ അങ്കി എന്ന് പറയുന്നത്, അവരുടെ ജഡം എന്ന് പറയുന്നത് കറ പിടിച്ച് അങ്കിയാണ്, ജഡത്താൽ കറ പിടിച്ചതാണ്. അവർ ദുരുപദേശത്തിൽ വീണുപോകാതെ ഭയത്തോടുകൂടെ അവരോട് കരുണ കാണിക്കണം. അവരുടെ ജഡം അല്ലെങ്കിൽ അവരുടെ അങ്കി ആയിട്ട് കണക്കാക്കുന്നത് അവർ ധരിച്ചിരിക്കുന്നത് കറ പിടിച്ചങ്കിയാണ്. അതുകൊണ്ട് തന്നെ നാം അവരോട് കരുണ കാണിക്കുമ്പോൾ നാം വഞ്ചിതരാകാതെ സൂക്ഷിക്കണം. അതാണ് ദുരുപദേഷ്ടാക്കളുമായിട്ട് ഇടപെടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരെ ആ ദുരുപദേശത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നാം കരുണ കാണിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങൾ പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ് എന്ന് പറയുമ്പോൾ അതിനെ വചനത്തിൽ നിന്നും പ്രസ്താവിക്കുവാൻ, അതിനെ തെളിയിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ അവരുടെ ആ ജഡത്താൽ കറപിടിച്ച അങ്കി അല്ലെങ്കിൽ അവരുടെ ദോഷങ്ങൾ നമ്മിലേക്ക് ആകാതെ നമ്മൾ സൂക്ഷിക്കണം. അവരാൽ നാം അശുദ്ധരാകുവാനായിട്ട് പാടില്ല. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം അവരോട് നാം അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പാപത്തിൽ പെട്ടുപോയ, പിന്മാറ്റത്തിലേക്ക് പെട്ടുപോയ ഒരു വിശ്വാസിയെ അതിൽ നിന്നും കൊണ്ടുവരുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ നാം വളരെ ഭക്തിയോടെ ഭയത്തോടുകൂടെ വേണം അവരെ അഭിമുഖീകരിക്കേണ്ടത്. അവരുടേതായ പാപങ്ങളും അവരുടേതായ കറകളും നമ്മിലേക്ക് പറ്റാതെ നാം സൂക്ഷിക്കുക മാത്രമല്ല, നമ്മിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ദോഷങ്ങളും കറകളും ഉണ്ടെങ്കിൽ അത് നാം നീക്കിക്കളഞ്ഞ് അതിനെ വെടിപ്പാക്കിയിട്ട് വേണം നാം അവരുടെ അടുക്കിലേക്ക് പോകുവാൻ. നാം നേരത്തെ പറഞ്ഞല്ലോ, സഖരിയാവിൻ്റെ പ്രവചനത്തിൽ യോശുവയെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. എന്നിട്ട് അതിൻ്റെ 3-5 വാക്യങ്ങളിൽ, സഖരിയ പ്രവചനം 3-5 വാക്യങ്ങളിൽ യോശുവ ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിന്നപ്പോൾ കർത്താവ് ചെയ്ത കാര്യം, കർത്താവ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിൻ. പിന്നെ യോശുവയോട് പറയുകയാണ്, നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അവൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവൻ്റെ തലമേൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു, അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്കൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക, നമ്മിലുള്ള മുഷിഞ്ഞ വസ്ത്രം മാറ്റിക്കൊണ്ട്, കറപിടിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നമ്മിലുള്ളെങ്കിൽ അത് മാറ്റിക്കൊണ്ട് വേണം അങ്ങനെയുള്ളവരോട് കരുണ ചെയ്യുവാനായിട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ അത് നമ്മെ തിരികെ കൊത്തും എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മിലേക്ക് തിരികെ പറയും, നീയാണോ എന്നെ ഉപദേശിക്കുവാനായിട്ട്, എൻ്റെ കളങ്കം നീക്കുവാനായിട്ട് വരുന്നത് നീയാണോ? നിനക്ക് എന്ത് യോഗ്യതയാണ് അതിന് ഉള്ളതെന്ന് നമ്മോട് ചോദിക്കും. അപ്പോൾ ഈ യോശുവയെക്കുറിച്ച് അപവാദം പറഞ്ഞത് അത് ദൈവം അംഗീകരിച്ചുകൊണ്ട് അവനിൽ നിന്ന് ആ മുഷിഞ്ഞ വസ്ത്രമൊക്കെ നീക്കി അവനെ നല്ല വെടിപ്പുള്ള ഒരു വസ്ത്രം ധരിച്ച് അവൻ്റെ തലയിൽ മുടി വച്ച് അവനെ സൗന്ദര്യമുള്ളവനാക്കി അവനിലൊരു കളങ്കവും ഇല്ലാത്തവനാക്കി തീർത്തുകൊണ്ടാണ് അവനെ നിർത്തിയത്. ഇതുപോലെ നാം ഒരുപക്ഷെ നമുക്ക് നമ്മിൽ ഉള്ള കളങ്കങ്ങളും കറകളും ഒക്കെ നീക്കുവാൻ സ്വയമായിട്ട് നമുക്ക് കഴിയുകയില്ല.
ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമ്മുടെ എല്ലാവിധമായ പ്രശ്നങ്ങളും ദൈവസന്നിധിയിൽ അവതരിപ്പിച്ച് അവനെ നാം കർത്താവായ യേശുക്രിസ്തുവിനെ അനുവദിക്കണം. എന്നിലുള്ള കറകൾ, എന്നിലുള്ള കളങ്കങ്ങളൊക്കെ നീക്കി എന്നെ വെടിപ്പാക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നാം ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുകയും അവനായിട്ട് സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മിലുള്ള കറകൾ ദൈവത്തിൽ നിന്നും ക്ഷമ പ്രാപിച്ച് അത് നീക്കി ശുദ്ധീകരിക്കപ്പെട്ട് ശുഭ്രവസ്ത്രം ധരിക്കപ്പെട്ടവരായി നമ്മൾ പോകണം. മാത്രമല്ല, നാം അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ ഉടുപ്പ് മലിനമാകാതെ നാം സൂക്ഷിക്കുകയും വേണം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ സർദീസിലെ സഭയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗമുണ്ട്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്ക് ഉണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അപ്പോൾ ഈ സർദീസിലെ ഒരു കൂട്ടം വിശ്വാസികളെ കുറിച്ച് പറയുകയാണ്. നിന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ട്, കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഉടുപ്പ് മലിനമാകാതെ കുറെ പേർ നിന്റെ കൂടെയുണ്ട്. അത് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവസന്നിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറെ പേർ നിനക്കുണ്ട്, അവർ യഥാർത്ഥത്തിൽ യോഗ്യന്മാരാണ്. അവർ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പല ഭാഗങ്ങളിലും ഈ വെള്ളയുടുപ്പ്, വെള്ള നിലയങ്കി ധരിച്ചവരെ കുറിച്ചും വെള്ളയുടുപ്പ് ധരിച്ചവരെ കുറിച്ചുമൊക്കെ പല പരാമർശങ്ങളുണ്ട് അല്ലേ. ദൈവത്തെ സ്തുതിക്കുന്നവർ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ അവിടെ എടുത്തെടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ് വെള്ള നിലയങ്കി ധരിച്ചവർ. അവർ വെള്ള ഉടുപ്പ് ധരിച്ചവരാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നിൽക്കുന്ന ഒരു കൂട്ടം ജനതയെക്കുറിച്ച് പറയുമ്പോൾ അവർ വെള്ളയുടുപ്പ് ധരിച്ചവരാണ്. അവരിൽ കറയില്ല, കളങ്കമില്ല, അവരിൽ മലിനമില്ല. അങ്ങനെ വേണം നാം ദൈവസന്നിധിയിലായിരിക്കാൻ. 6:11 ആ വെള്ള വസ്ത്രം ധരിച്ചവരെ കുറിച്ച്. അതുപോലെ തന്നെ 9-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ വെള്ളയുടുപ്പ് ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മിലുള്ള മലിനതകളെയൊക്കെ നീക്കി, നമ്മിലുള്ള കറകളൊക്കെ നീക്കി വെടിപ്പാക്കി ദൈവസന്നിധിയിൽ വിശുദ്ധരായിട്ട് നാം നിൽക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആയിക്കൊണ്ട് വേണം നമ്മൾ മറ്റുള്ളവരുടെ കറ നീക്കുവാനായിട്ട് പോകേണ്ടത് എന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്രകാരം ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കണം. മാത്രമല്ല, അതുകൊണ്ടാണ് യൂദ പ്രബോധിപ്പിക്കുന്നത്, അവരോട് ഭയത്തോടെ വേണം നിങ്ങൾ കരുണ കാണിക്കാൻ. ഭയത്തോടെ വേണം കരുണ കാണിക്കാൻ. അല്പ ഭയം വേണം. അവരുടേതായ മാലിന്യങ്ങൾ നമ്മിൽ പെടാതെ നോക്കണം. അവരുടെ ദുരുപദേശങ്ങൾ നമ്മെ കയറി പിടിക്കാതെ നോക്കണം. അതുകൊണ്ട് ഭയത്തോടെ വേണം അവരുടെ അടുക്കലേക്ക് പോകാൻ. നമ്മളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നാം പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നാം പാപത്തെ വെറുക്കുന്നവരായിരിക്കണം, അതേസമയം പാപിയെ സ്നേഹിക്കുന്നവർ ആയിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ തത്വം എന്ന് പറയുന്നത്. അതാണ് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മിലുണ്ടാകണം. നഷ്ടപ്പെട്ട മകൻ തിരികെ വന്നപ്പോൾ അവൻ്റെ ആ മുഷിഞ്ഞ വസ്ത്രമൊക്കെ നീക്കി അവന് നല്ലൊരു മേലങ്കി ദൈവം ധരിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ലോകത്തിലെ ജനത എന്ന് പറയുന്നത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവരാണ്, പാപക്കറ പിടിച്ച വസ്ത്രം ധരിച്ചവരാണ്. അവരോട് കരുണ കാണിക്കണം. അതേസമയം നാം പാപത്തിൽ പെടാനായിട്ട് പാടില്ല, സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ജനങ്ങളോട് ഇടപെടുന്നതിനെ കുറിച്ചൊരു കാര്യം അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. എന്താണ് ശുദ്ധവും നിർമ്മലവുമായ ഭക്തി? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും. അടുത്ത് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. അപ്പൊ അവരെ നമ്മോട് കരുണ കാണിക്കുവാനായിട്ട്, അവരോട് കരുണ ചെയ്യുവാനായിട്ട് നാം കടന്നു പോകുമ്പോൾ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അത് വിശുദ്ധമായ ഒരു കാര്യമാണ്. ശുദ്ധവും നിർമ്മലവുമായ ഒരു ഭക്തിയുടെ ലക്ഷണമാണ്.
എന്നാൽ അതിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ കാത്തുകൊള്ളണം. ഇതാണ് നാം ഭയത്തോടെ ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കണം. നാം കരുണ കാണിക്കുന്നവരായിരിക്കണം. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഭയത്തോടെ വേണം അത്തരത്തിലുള്ള കരുണ കാണിക്കേണ്ടത് എന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആ ഭാഗം ഞാൻ അങ്ങനെ മനസ്സിലാക്കി വിട്ടിട്ട് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെയും 3 തരത്തിൽപ്പെട്ട വിഭാഗങ്ങളെക്കുറിച്ച്, ത്രയങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പിൾസ് എല്ലായിടത്തും യൂത ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. ഈ വാക്യത്തിലും 3 കൂട്ടരെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നത്. സംശയിക്കുന്നവർ, തീയിൽപ്പെട്ടവർ, ജഡത്താൽ കറ പിടിച്ചവർ. 3 വിഭാഗങ്ങളാണ് ഉള്ളവർ. അവരോട് എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടതെന്ന് ഈ 22-ാമത്തെ വാക്യത്തിലൂടെ നമ്മെ 22-23 വാക്യങ്ങളിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. സംശയിക്കുന്നവരുണ്ട്, തീയിൽ കിടക്കുന്നവരുണ്ട്, അതുപോലെ ജഡത്താൽ കറ പിടിച്ചവരുമുണ്ട്. അവരോടെല്ലാം നമ്മൾ കരുണ ചെയ്യുകയും കരുണ കാണിക്കുകയും ഒക്കെ വേണം. പക്ഷേ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ട കാര്യവും ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വിഭാഗത്തോടെ കൂടെ ആ യൂതയുടെ പ്രബോധന വാക്യങ്ങളൊക്കെ തീരുകയാണ്. നമ്മൾ വളരെ വിസ്തരിച്ച് പഠിച്ച കാര്യങ്ങളാണ്. ഇനി അതിൻ്റെ കൺക്ലൂഷനിലേക്കാണ് വരുന്നത്, ഉപസംഹാരത്തിലേക്കാണ്. 24, 25 വാക്യങ്ങളാണ് ആ കൺക്ലൂഷനിൽ ഉള്ളത്. നമ്മൾ 22, 23 വാക്യങ്ങളിൽ ശരിക്കും വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവിടെ കാണുന്നത്. 22, 23 ആ ഭാഗത്തെ താൻ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഉപസംഹരിക്കുമ്പോൾ അവിടെ നമ്മൾ തുടങ്ങിയ നിങ്ങളെ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് എങ്ങനെയെന്ന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം. ആ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ച് വളരെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. കരുണയുള്ളവരായിട്ട് നിങ്ങൾ ക്രിസ്തീയ ജീവിതം നയിക്കണം. സംശയിക്കുന്ന ചിലരോട് കരുണ കാണിക്കണം. ദൈവിക ന്യായവിധിയെക്കുറിച്ച് ബോധമുള്ളവരായി ക്രിസ്തീയ ജീവിതം നയിക്കണം. അങ്ങനെ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം. ഭയമുള്ളവരായി, ദൈവഭയമുള്ളവരായി, പാപത്തിൽ പെട്ടുപോകാതെ ക്രിസ്തീയ ജീവിതം നയിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനുള്ള മാർഗങ്ങൾ. കരുണയുള്ളവരായിരിക്കണം. അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. അങ്ങനെ സംശയിക്കുന്നവരോട് കരുണ കാണിക്കണം, കരുണ ചെയ്യണം. അതുപോലെ തന്നെ ദൈവികമായ ന്യായവിധിയാണ് തീ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ശരിക്കും ബോധമുള്ളവരായി നാം ഏതിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നതെന്നുള്ള ബോധത്തോടുകൂടെ ക്രിസ്തീയ ജീവിതം നയിക്കണം. ആ ക്രിസ്തീയ ജീവിതത്തിൽ ചിലരെയെങ്കിലും തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിപ്പാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ദൈവം കാണുകയാണ്. ദൈവഭയമുള്ളവരായി പാപത്തിൽ പെട്ടുപോകാതെ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഇതാണ് അതിൻ്റെ അവസാനത്തെ ഭാഗം. ഇനി ആശീർവാദമാണ്, ബെനഡിക്ഷൻ. ഇത് ഞാൻ വിചാരിച്ചാൽ ഇത് വായിച്ചങ്ങ് വിട്ടാൽ മതിയാകിരിക്കും. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ കാര്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ച് വായിച്ചു തുടങ്ങിയത്. ഇന്നും പകലിൽ കുറച്ച് സമയം ഇതുമായിട്ടിരുന്നപ്പോൾ ഇത് പോരല്ലോ എന്നുള്ള ചിന്ത ഞാൻ കുറേയൊക്കെ കുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വായിച്ച് ധ്യാനിച്ച് ചില റെഫറൻസുകൾ, ചില കൺക്ലോഡൻസ് ഒക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കി വന്നപ്പോൾ അയ്യോ ഇതൊന്നും പോരാ, ഇതിനേക്കാൾ അപ്പുറമായ കാര്യങ്ങളാണ് യൂത ആഗ്രഹിക്കുന്നത്, യൂത ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അത് നിങ്ങളുടെ പഠനത്തിനായിട്ട് ഞാൻ അത് വിടുന്നതിനോടൊപ്പം ചില ആലോചനകൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 24, 25 വാക്യങ്ങൾ എൻ്റെ കൺക്ലൂഷൻ എന്നല്ല, ആശീർവാദമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബെനഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 24, 25 വാക്യങ്ങൾ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ സകല കാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഇങ്ങനെ ഒരു ആശീർവാദം എവിടെയും കണ്ടിട്ടുണ്ട്? അതുകൊണ്ട് 21 ലേഖനങ്ങൾ, യൂത ലേഖനം ഉൾപ്പെടെ 21 ലേഖനങ്ങളാണുള്ളത്. ന്യൂ ടെസ്റ്റ്മെന്റ് സുവിശേഷങ്ങളിലും പല ആശീർവാദങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിലുമുണ്ട് ധാരാളം ആശീർവാദങ്ങൾ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആശീർവാദം
നമുക്ക് എങ്ങും കാണുവാനായിട്ട് കഴിയില്ല. ഒരു ചെറിയ ഒരു ലേഖനമാണെങ്കിലും അതിൽ ആ യൂത കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. ഇവിടെ ഈ ആശീർവാദത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഒരു മഹത്തായ ആശീർവാദമാണ് ഈ ആശീർവാദം. ഇവിടെ ഈ ദൈവത്തിൻ്റെ ത്രിവിധമായ സവിശേഷതകൾ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആശീർവാദം നടത്തുന്നത്. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ 3 കാര്യങ്ങൾ അവിടെ ഉണ്ട്. അത് 3ഉം കൂടെ ദൈവത്തിൻ്റെ ഒരു സവിശേഷതയായിട്ടാണ് യൂദ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്, അത് ഭൂമിയിലെ സൂക്ഷിപ്പാണ്, തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുന്ന സ്വർഗത്തിലെ നമുക്കുള്ള ആ കാര്യമാണ്. ആനന്ദത്തോടെ നിർത്തുന്നത് അതും സ്വർഗത്തിലെ കാര്യമാണ്. അങ്ങനെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. അപ്പോൾ ദൈവത്തിൻ്റെ 3 വിധമായ സവിശേഷതകൾ നമുക്കവിടെ കാണാൻ കഴിയും. എന്താണ്? ദൈവം ശക്തിയുള്ളവനാണ്. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ചില കാര്യങ്ങളിലാണ്. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുമ്പോൾ നാം ലജ്ജിച്ചു പോകേണ്ട, നാം ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അവൻ ശക്തിയുള്ളവനാണ്. എങ്ങനെ ശക്തിയുള്ളവനാണ്? വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണവൻ. ഇങ്ങനെ ഒരു ദൈവം വേറെ ഉണ്ടോ? നമ്മളെ പാപത്തിൽ നിന്നൊക്കെ വിടുവിച്ചങ്ങ് വിടുകയല്ല ചെയ്യുന്നത്. ആ ചെളിക്കുണ്ടിൽ നിന്നും തീയിൽ നിന്നും പുറത്തേക്കെടുത്ത് വെറുതെ വിടുകയല്ല ചെയ്തത്. അടുത്ത ഒരു വലിയ കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മോട് ചെയ്യുവാനായിട്ട് അവൻ പോവുകയാണ്. അവൻ വെറുതെ ആ ഇതിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, അവൻ്റെ പരിപാലനത്തിൻ്റെ സുഖം, അവൻ്റെ സൂക്ഷിപ്പിൻ്റെ ശക്തിയെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. അല്പം വിശദമായിട്ട് അത് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണ്. രണ്ടാമത് അവിടെ പറയുന്ന ദൈവത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട്, ഏകരക്ഷിതാവായ ദൈവം, അല്ലേ? അല്പം വിശദമായിട്ടാണ് അവിടെ യൂദ കൊടുത്തിരിക്കുന്നത്. എന്താ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവം. അങ്ങനെയാണല്ലോ, അല്ലേ? വീഴാതെ തൻ്റെ നിർത്തുവാൻ ശക്തിയുള്ളവൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവം. ഒരു കൺഫ്യൂഷനായിട്ട് തോന്നും, അതിനല്പം വിശദീകരണം ഞാൻ പിന്നാലെ നൽകുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവം. ഒരു വല്ലാത്തൊരു പ്രയോഗമാണ്. ഏകരക്ഷിതാവായ ദൈവം. ഒരേ ഒരു രക്ഷിതാവേ ഉള്ളൂ. പഴയ നിയമത്തിലും ഒരു രക്ഷിതാവേ ഉള്ളൂ, പുതിയ നിയമത്തിലും ഒരു രക്ഷിതാവേ ഉള്ളൂ. പഴയ നിയമത്തിലെ രക്ഷിതാവും പുതിയ നിയമത്തിലെ രക്ഷിതാവും ഒരേ വ്യക്തി തന്നെയാണ്. അവൻ ഏകരക്ഷിതാവാണ്. അവൻ എത്രത്തോളം നല്ലവനായ ഒരു ദൈവമാണ്. ഏകരക്ഷിതാവായ ദൈവം, ദൈവത്തിൻ്റെ രണ്ടാമത്തെ സവിശേഷത. ഒന്നാമത് നമ്മൾ പറഞ്ഞെന്താണ്? നമ്മെ സൂക്ഷിപ്പാൻ, വീഴാതെ സൂക്ഷിപ്പാൻ, ആനന്ദത്തോടെ നിർത്തുവാൻ, കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ, അവൻ്റെ മഹിമാ സന്നിധിയിൽ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ദൈവത്തിൻ്റെ അപാരമായ ശക്തിയാണ്. ഇതൊന്നും നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ അപാരമായ ശക്തിയാണ്. അതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്, അവൻ ഏകരക്ഷിതാവായ ദൈവമാണ്. ആ രക്ഷ ഒരുക്കിയത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവം. അവൻ ഏകദൈവം. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വേറെ ദൈവങ്ങളൊന്നുമില്ല, അവൻ മാത്രമാണ്. പുതിയ നിയമത്തിലെ ദൈവവും പഴയ നിയമത്തിലെ ദൈവവും ഒക്കെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള ഏകരക്ഷിതാവായ ദൈവം തന്നെയാണ്. അതാണ് അവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് അല്പം വിശദമാക്കുന്നുണ്ട്, പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. മൂന്നാമത് അവിടെ പറയുന്നത് എന്താണ്? സർവകാലത്തിലും. അവിടെ പറയുന്ന വളരെ ചില പ്രയോഗങ്ങളുണ്ട്. സർവകാലത്തിന് മുമ്പും. അങ്ങനെ ഒരു കാലം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ശരി, സർവകാലത്തിനും മുമ്പ് അങ്ങനെ ഒരു കാലം ഉണ്ടോ? ഉണ്ടെന്നാ പറയുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭയങ്കരമായ നിത്യതയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി യൂദയ്ക്ക് വേറെ വാക്കുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അതൊരു പ്രയോഗം തന്നെയാണ്. സർവകാലത്തിനും മുമ്പും എന്നിട്ട് പറയണ ഇപ്പോഴും സദാകാലത്തോളവും. സദാകാലത്തോളവും. അപ്പോൾ ആ ദൈവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്,
അവൻ സർവകാലത്തിനും മുമ്പുള്ളവനാണ്, ഇപ്പോഴുള്ളവനാണ്, ഇനിയും ഉള്ളവനാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അല്ലേ? ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ ദൈവം അല്ലെ? അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഇരുന്നവനാണ് അവൻ, ഇരിപ്പോൾ ഇരിക്കുന്നവനാണ് അവൻ, വരുന്നവനാണ് അവൻ, മരിച്ചു മൺമറഞ്ഞു പോയ ദൈവമല്ല, അവൻ എന്നെന്നും ജീവിക്കുന്ന ദൈവമാണ്, എന്നെന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ മൂന്ന് കാര്യങ്ങളും ദൈവത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഈ നമ്മൾ ഈ ലേഖനം തുടങ്ങിയത് ഒരു ആശംസയിലാണ്, ഇവിടെ അവസാനിക്കുന്നത് ആശീർവാദത്തിലാണ്. ഈ ആശീർവാദം ഒരു വലിയൊരു വിഷയമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മൂന്ന് വിധ ഇവിടെയും ത്രയങ്ങൾ കാണാനായിട്ട് കഴിയും. ഇത് 15ാമത്തെ ത്രയമാണ് ഇവിടെ കാണുന്നത്. യൂദയുടെ ലേഖനത്തിലെ 15ാമത്തെ ട്രിപ്പിൾ ആണ് ഈ ഭാഗം. ദൈവത്തിൻ്റെ മൂന്ന് വിധ സവിശേഷതകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആശീർവദിച്ച് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ദൈവം ശക്തിയുള്ള ദൈവമാണ്, ഏകരക്ഷിതാവായ ദൈവമാണ്. മാത്രമല്ല, ഏകരക്ഷിതാവെന്ന് പറയുമ്പം ഏത് കാലത്തെയും രക്ഷിതാവ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, ആരിലും രക്ഷയില്ല. ഏകരക്ഷിതാവ് മാത്രമല്ല സർവകാലത്തിലും ഉള്ള ദൈവമാണ്. അവൻ എങ്ങനെയുള്ളവനാണ്? അവിടെ സദാകാലത്തേക്കും എങ്ങനെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്? തേജസ്സും മഹിമയും ബലവും അധികാരവും ഉള്ളവനാണ്. ഗ്ലോറി, മാജസ്റ്റി, ഡൊമിനിയൻ ആൻഡ് പവർ അല്ലെങ്കിൽ അതോറിറ്റി, ഇതൊക്കെ ഉള്ള ദൈവമാണ്. അവൻ സദാകാലത്ത് നിൽക്കുന്നു എന്ന് മാത്രമല്ല, അവൻ ഏറ്റവും വലിയ തേജസ്സുള്ളവനാണ്, മഹിമയുള്ളവനാണ്, ബലമുള്ളവനാണ്, അധികാരമുള്ളവനാണ്. അതൊക്കെ അങ്ങനെ തന്നെ ആകട്ടെ. ഈ വലിയവനായ ഉന്നതനായ ദൈവത്തിൽ നിന്നും സകല ആരാധനയും മഹത്വവും, വലിയവനായ ദൈവത്തിന് സകലവിധമായ ആരാധനയും മഹത്വവും അർപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനം താൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൗലോസിൻ്റെ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശീർവാദം നമുക്ക് കാണാൻ കഴിയുന്ന, എനിക്ക് തോന്നുന്നു, റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 25, 26, 27 വാക്യങ്ങളിലാണ്. 16-ാം അധ്യായമാണല്ലോ എൻ്റെ അവസാനത്തെ വാക്യം. അവിടെ ഒരു നല്ല ദൈവത്തിനെ കുറിച്ച് വളരെ പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നത് ജ്ഞാനിയായ ദൈവം എന്നൊക്കെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനോട് കിടപിടിക്കത്തക്ക തരത്തിലുള്ള ഒരു ആശീർവാദമാണ്. ദൈവം വലിയവനാണ്, ഉന്നതനാണ് ആയ ദൈവത്തിനാണ് എല്ലാവിധ മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഓരോ വിശ്വാസിയും തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ള ഉറപ്പും ധൈര്യവും നൽകുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ഉറപ്പും ധൈര്യവും ഈ ആശീർവാദത്തിലൂടെ താൻ നൽകുകയാണ്. ഈ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ദൈവിക ശക്തി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സുരക്ഷിതത്വ ബോധം നൽകുകയാണ്. നാം നമ്മെ തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് പറഞ്ഞങ്ങ് വിടുകയല്ല, ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മെ തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ദൈവസ്നേഹത്തിൽ, അതായത് നിത്യജീവനായിക്കൊണ്ടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിപ്പിൻ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ചിന്തിച്ചത്. നമ്മെ തന്നെ സൂക്ഷിക്കുക. എന്നാൽ ദൈവം ഇവിടെ പറയുന്ന യൂദ പറയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ എല്ലാവിധമായ സൂക്ഷിപ്പും, കീപ്പിംഗ് പവർ, ദൈവത്തിൻ്റെ എല്ലാവിധമായ സുരക്ഷിതത്വമായ ശക്തിയും നിങ്ങളോടൊപ്പം. ഓരോ വിശ്വാസിയുടെയും സുരക്ഷിതത്വത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവമാണ്. നമ്മളൊക്കെ എത്ര തന്നെ സൂക്ഷിച്ചാലും അത് സൂക്ഷിപ്പ് ആകില്ല. നമ്മെ സൂക്ഷിക്കുന്നത് ആരാണ്? ആ സൂക്ഷിപ്പിൻ്റെ ശക്തി എത്രമാത്രമാണ്? അതൊക്കെയാണ് യൂദ ഇവിടെ ഈ ആശീർവാദത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഒന്നാമത് അവിടെ പറയുന്ന നമ്മുടെ ആ സൂക്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ, ഗോഡ് ഈസ് ഏബിൾ ടു കീപ് അസ് ഫ്രം ഫാളിങ് അല്ലെങ്കിൽ സ്റ്റംബ്ലിങ് എന്നൊക്കെ വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം. വീഴുന്നതിൽ നിന്ന്. സ്റ്റംബ്ലിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇടറുക എന്നുള്ള അർത്ഥമാണുള്ളൂ. ഇടർച്ചകളിൽ നിന്ന്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മെ വീഴാതെ സൂക്ഷിപ്പാൻ ശക്തനാണ്. ഇത് നമ്മൾ എത്രത്തോളം ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 121-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്: നിന്റെ കാൽ വഴുതുവാൻ അവൻ
സമ്മതിക്കുകയില്ല. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവത്തിന്റെ മഹത്തായ സൂക്ഷിപ്പിൽ ഒരു പ്രധാനപ്പെട്ട സൂക്ഷിപ്പിനെ പറയണം, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സൂക്ഷിപ്പിന്റെ ശക്തി അത് ഇവിടെ 21-ാമത്തെ വാക്യത്തിൽ ദൈവസ്നേഹത്തിൽ നമ്മെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഈ ലേഖകൻ പറയുന്നത് ദൈവവും നമ്മെ സൂക്ഷിക്കുന്നുണ്ട് എന്നല്ല, ദൈവം അതിലുപരിയായി നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്. ഈ നമ്മെ തന്നെ സൂക്ഷിക്കുന്നതും ദൈവം നമ്മെ സൂക്ഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്നും നാം അകന്നു പോകാനുള്ള സാധ്യതകൾ ധാരാളമാണ്. എന്നാൽ അങ്ങനെ അകന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി ഓരോ വിശ്വാസിയും തങ്ങളെ തന്നെ സൂക്ഷിക്കണം. ദൈവവചന പഠനത്തിലൂടെ, ആത്മാവിലുള്ള പ്രാർത്ഥനയിലൂടെ ഒക്കെ ദൈവസ്നേഹത്തിൽ നമ്മൾ അടുത്ത് ജീവിക്കുകയും അങ്ങനെ നമ്മെ തന്നെ സൂക്ഷിക്കേണ്ട ആ ഒരു ആവശ്യകത നമ്മിൽ തന്നെ ഉണ്ട്. എന്നാലും അങ്ങനെ നമ്മെ തന്നെ സൂക്ഷിക്കുമ്പോൾ നാം ദൈവവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധത്തിലേക്ക് വരുന്നു. എന്നാൽ വീഴാതെ സൂക്ഷിപ്പാൻ ദൈവം ശക്തനാണെന്ന് ഉള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും നമുക്കുണ്ടാകണം. നമ്മെ തന്നെ സൂക്ഷിക്കുമ്പോൾ ഞാനല്ല സൂക്ഷിച്ചോളാം, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ദൈവത്തിനോട് ഒരിക്കലും പറയാനായിട്ട് പാടില്ല. നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേസമയം വീഴാതെ സൂക്ഷിപ്പാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അവനിൽ ആണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്, അവനിലാണ് എൻ്റെ ആശ്രയം. ഞാൻ നിൽക്കുന്നതല്ല, എന്നെ അവൻ നിർത്തിയിരിക്കുന്നതാണ്. ആരിലൻ ആശ്രയം എന്നെനിക്കറിയാം, അവൻ എൻ്റെ ഉപനിധി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലേ. ആരിലൻ ആശ്രയമെന്നെനിക്കറിയാം, അവനൻ ഉപനിധിയോടുവോളം കാക്കും. ആരിലൻ ആശ്രയമെന്നെനിക്കറിയാം, ഉപനിധിയോടുവോളം കാക്കും. തികെ വരുമാരെയും അവൻ തള്ളുകയില്ലൊരു വേളയിലും. തന്നന്തികെ വരുമാരെയും അവൻ തള്ളുകയില്ലൊരു വേളയിലും. പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം ആരിലാണ് നാം ആശ്രയിച്ചിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, നാം അത് വിശ്വസിക്കുമ്പോൾ, നമ്മെ വീഴാതെ സൂക്ഷിക്കുന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ദുരുപദേശങ്ങളിൽ തട്ടി വീഴാതെ, സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ട് വീഴാതെ എല്ലാം സൂക്ഷിപ്പാനായിട്ട് ദൈവം ആണ് ശക്തൻ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നാം നമ്മെ തന്നെ സൂക്ഷിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് നടക്കണം. എന്നാൽ അവൻ നമ്മെ നടത്തുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ്. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാണ് നാം. വിശ്വാസത്താൽ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നമ്മൾ ഉദ്ധരിച്ചതാണ്. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിങ്ങളെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. മാത്രമല്ല, അവിടെ നിർത്തിയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഈ ഒരു ബോധം ദൈവത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. പല സൂക്ഷിപ്പുകളുണ്ട് ദൈവസന്നിധിയിൽ. റോമർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 25-ാം വാക്യം, അതിൻ്റെ അവസാനത്തെ ഭാഗം, ഒരു സൂക്ഷിപ്പ് അവിടെ പൗലോസ് ഓർമ്മപ്പെടും. ഞാൻ പറഞ്ഞതാണ് 16-ാം അധ്യായം 16-ാം അധ്യായം 25-ന്റെ ലാസ്റ്റ്, അവിടെ കൺക്ലൂഷനായിട്ട് പറയുമ്പോൾ പറയുന്നതാണ്,
എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്ക് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇത് പൗലൂസിൻ്റെ റോമാലേഖനത്തിലെ ആശീർവാദമാണ്. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കഴിവ്, നമ്മെ സൂക്ഷിക്കുന്ന ഒരു കഴിവുണ്ട്. നമ്മളെ എന്ത് ചെയ്യും കഴിവുണ്ടെന്നാണ്? നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക ജ്ഞാനിയായ ദൈവം. നമ്മെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏക ജ്ഞാനിയായ ദൈവം. എങ്ങനെയാണ് സ്ഥിരപ്പെടുത്തുന്നത്? സുവിശേഷത്തിന് ഒത്തവണ്ണം നമ്മെ സ്ഥിരപ്പെടുത്തുന്നവനാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് ഒത്തവണ്ണം നമ്മെ സ്ഥിരപ്പെടുത്തുന്നവനാണ് ദൈവം. അസ്ഥിരമായ ഒരു പാതയിലല്ല ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. വഴുവഴുപ്പുള്ള ഒരു പാതയിലാണ് നാം നിൽക്കുന്നതെങ്കിലും നമ്മെ പിടിക്കുന്നവൻ, നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന, നമ്മെ സ്ഥിരപ്പെടുത്തുന്ന, നമ്മെ നിർത്തിയിരിക്കുന്ന പാറ ആണ് എന്നൂടെ നാം മനസ്സിലാക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണല്ലോ. ആ പ്രാർത്ഥനയിൽ 15-ാം വാക്യത്തിൽ താൻ ശിഷ്യന്മാരെ കുറിച്ച്, നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമത്രേ എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. നോക്കിയേ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആ കരുതൽ, അവൻ്റെ സൂക്ഷിപ്പ് എത്രമാത്രമാണ്. അവൻ്റെ പ്രാർത്ഥനയിൽ നമ്മെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നിങ്ങളുടെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാനതിന് അനുവദിച്ചില്ല. പ്രിയമുള്ളവർ, ഇതാണ് ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് എന്ന് പറയുന്നത്. നമ്മെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ എല്ലാം അറിയാവുന്ന ദൈവം നമ്മെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ സൂക്ഷിക്കണം. അവനെ അതിൽ നിന്ന് എടുത്തു കളയണമെന്നല്ല, ഈ ലോകത്തിൽ നിന്ന് അവനെ മാറ്റണമെന്നല്ല ദൈവം പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, അവനെ സ്ഥിരമായി, അവനെ സാത്താന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം, പാപത്തിൽ വീഴാതെ വണ്ണം അവനെ നിർത്തണം. പൗലൂസും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പ്രാർത്ഥന. അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്ന ഒരു പ്രാർത്ഥന, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇത് നമ്മെക്കുറിച്ച് പൗലൂസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവം, സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവം. ആ അവകാശമാണ് സ്ഥിരത എന്ന് പറയുന്നത്. രണ്ടാമതൊരു സൂക്ഷിപ്പിനെ കുറിച്ച് നമുക്ക് കാണാം. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നനയ്ക്കാത്ത തരത്തിലാണ് നമ്മെ സൂക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ വിവിധ സൂക്ഷിപ്പുകൾ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഈ ദൈവത്തിൻ്റെ സൂക്ഷിപ്പുകളുടെ വിവിധ വശങ്ങൾ ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണെന്നുള്ളത് വായിക്കുന്നത്. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ, ആമേൻ. എങ്ങനെ സൂക്ഷിക്കുകയാണ്? നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനാണ് ദൈവം. നാം നനയ്ക്കാത്ത തരത്തിൽ സൂക്ഷിക്കുന്നതാണ്. ഇതും പൗലൂസിന്റെ ഒരു ആശീർവാദമാണ്. നമ്മുടെ സൂക്ഷിപ്പിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും നാം ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറമാണ്, നാം ചിന്തിക്കുന്നതിലും എത്രയോ ഉന്നതമാണ് ദൈവികമായ ശക്തി. ആ ശക്തി നമ്മിലേക്ക് വ്യാപരിച്ച് നമ്മെ സൂക്ഷിക്കുന്നു. ഇതൊന്നും നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ അറിയില്ല. നമ്മൾ നമ്മുടെ ശക്തിയിലും നമ്മുടെ കഴിവിലുമൊക്കെ പുകഴുന്നവരാണ്. എന്നാൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയിൽ നാം എത്രമാത്രം ബോധമുള്ളവരാണെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വീഴാതെ വണ്ണം അവൻ സൂക്ഷിക്കുന്നു. നാം നനയ്ക്കാത്ത തരത്തിൽ ചിന്തിക്കുന്നതിന് അപ്പുറമായി നമ്മെ സൂക്ഷിക്കുന്ന വലിയവനായ ദൈവമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ
തോന്നിയിട്ടുമില്ല. ഇത് ഭൗതികമായ നന്മകളെ കുറിച്ചാണെന്ന് പറയും. പക്ഷേ ദൈവം നമുക്കായിട്ട് നമ്മെ വീഴാതെ നിർത്തി നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്നത് ആർക്കും കാണുവാനും കേൾക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ഒന്നല്ല. അത്രത്തോളം നമ്മെ സൂക്ഷിക്കുന്നവനാണ്. അത്തരത്തിലുള്ള കരുതലും സൂക്ഷിപ്പും ഒക്കെയാണ് ദൈവം നമുക്കായിട്ട് ഉള്ളത്. മൂന്നാമതൊരു സൂക്ഷിപ്പിനെ കുറിച്ച് എബ്രായർക്ക് ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലുണ്ട്. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇതെന്ത് സൂക്ഷിപ്പാ? നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ. ദൈവം നമ്മെ വീഴാതെ സൂക്ഷിക്കും എന്ന് പറയുമ്പോൾ നമ്മെ സ്ഥിരപ്പെടുത്തും, നാം നനയ്ക്കാത്ത തരത്തിൽ നമ്മെ സൂക്ഷിക്കും. അല്ല, നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. യേശു കർത്താവ് സദാ ജീവിക്കുന്നവനാകിയാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യേശുക്രിസ്തു സദാ ജീവിക്കുന്നവനാണ്. അവൻ എന്നേക്കുമുള്ള മഹാപുരോഹിതനാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനാണ് അല്ലേ? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള എന്നേക്കുമുള്ള മാറാത്ത മഹാപുരോഹിതനാണ്. നമ്മെ സകല വീഴ്ചകളിൽ നിന്നും രക്ഷിക്കുന്നവനാണ്. ഇത്തരത്തിൽ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവം. വീഴാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്പമായിട്ട് രക്ഷിക്കില്ല, പൂർണ്ണമായിട്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നീതിമാനായ കാര്യസ്ഥനായി നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നവനാണ് ദൈവം. ആ ദൈവം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. നാലാമതൊരു സൂക്ഷിപ്പിനെ കുറിച്ച് നമ്മൾ എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ. ഇതൊരു സൂക്ഷിപ്പാ. നാം പരീക്ഷയിലകപ്പെടും, പരിശോധനയിലൂടെ ദൈവം നമ്മെ പലപ്പോഴും കടത്തിവിടും. എന്നാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു സൂക്ഷിപ്പാ. ആ സൂക്ഷിപ്പില്ലെങ്കിൽ നമുക്ക് തകർന്ന് അടിഞ്ഞു പോകുമായിരുന്നു. ദൈവത്തിൻ്റെ ഒരു സൂക്ഷിപ്പാ. എബ്രായർക്ക് ലേഖനം ഇവിടെ പറയുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. അവൻ്റെ സൂക്ഷിപ്പ് അതാണ്. കർത്താവ് കടന്നു പോകാത്ത ഒരു പരീക്ഷകളുമില്ല, ഒരു പരിശോധനകളുമില്ല, താൻ അനുഭവിക്കാത്തതായി ഒരു കഷ്ടങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ നാം നേരിടുന്ന പരീക്ഷകൾ എപ്രകാരമുള്ളതാണെന്ന് നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. പരിശോധനകളിൽ നാം വീണുപോകാതെ നമ്മെ സൂക്ഷിക്കുന്നത് അത് നമ്മുടെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ കഴിവാണ്. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ പരീക്ഷയിലകപ്പെട്ട ദൈവം നമ്മോടുകൂടെ ഉണ്ട്. എബ്രായർക്ക് ലേഖനം 4-15 പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. എല്ലാത്തിലും അവിടെ അങ്ങനെ എടുത്ത് പറയുന്നുണ്ട്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ദൈവം നമ്മുടെ പരീക്ഷകളിൽ അവൻ സഹായിപ്പാൻ, നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. നമുക്ക് അവൻ്റെ അടുക്കൽ ചെന്നാൽ കൃപ പ്രാപിക്കാനായിട്ട് കഴിയും. കൃപാസനം കൃപയുള്ളതാണ്, പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ മറ്റൊരു സൂക്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാനുള്ള സൂക്ഷിപ്പ്, കഴിയുന്ന സൂക്ഷിപ്പ്. 3-21 അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതൊരു സൂക്ഷിപ്പാണ്. നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്, ഇത് നശിക്കുന്നതാണ്. മർത്യ, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് ചേരും. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അവൻ അരുളി ചെയ്യുന്നു. അത് ദൈവത്തിൻ്റെ ഒരു സൂക്ഷിപ്പാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന കർത്താവ്, അവിടുന്ന് അവൻ്റെ അധികാര പരിധിയിൽ വരാത്ത ഒരു കാര്യവുമില്ല. എല്ലാം തൻ്റെ കീഴിലാണ്. മാത്രമല്ല, തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. അതാണ് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി. ഈ ശക്തി ഉപയോഗിച്ച നമ്മെ വീഴാതെ സൂക്ഷിക്കുന്നത്. നമ്മുടെ ശരീരത്തെ പോലും അവൻ തൻ്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവം. ഇതെന്തൊരു സൂക്ഷിപ്പാണ്! കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം അധ്യായത്തിലെ വാക്യം നാം
ശവസംസ്കാരത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും വായിക്കുന്നതാണെങ്കിലും നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നാം ശക്തിയിൽ ഉയർക്കുമെന്ന് അവിടെ ഒരു പ്രയോഗമുണ്ട്. 15:49 പറയുന്നുണ്ട്, സ്വർഗീയ പ്രതിമ ധരിക്കും. സ്വർഗീയ പ്രതിമ ധരിക്കും, ദൈവത്തിൻ്റെ ശക്തിയിൽ ഉയർക്കും. ദൈവത്തിൻ്റെ വ്യാപാര ശക്തി എന്ന് പറഞ്ഞാൽ അതാണ്, ശക്തിയിൽ ഉയർക്കും, ദൈവത്തിൻ്റെ പ്രതിമ ധരിക്കും. കൊലോസ്യർ 3:4 നാം അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. 1 യോഹന്നാൻ 3:2 അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഇതൊക്കെ എന്ത് സൂക്ഷിപ്പാ! ദൈവത്തെ നമുക്ക് അവൻ ഇരിക്കുന്നത് പോലെ കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നാം അവനോട് സദൃശ്യന്മാര് ആയാലേ പറ്റുള്ളൂ. അല്ലാതെ ആർക്കും ഒരു ദൈവത്തെ കാണുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ദൈവം നമ്മെ ഇവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ രൂപത്തോട് അനുരൂപമാക്കിയതിന് ശേഷമാണ് ദൈവം നമ്മെ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് കഴിയില്ല. അത് ദൈവത്തിൻ്റെ ഒരു വല്ലാത്ത ശക്തിയാണ്. എഫേസ്യരുടെ ലേഖനം 1:19 വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തൻ്റെ ശരീരത്തോട് അനുരൂപമായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സൂക്ഷിപ്പും ശക്തിയും. യെശയ്യാപ്രവചനം 26:3-4 മറ്റൊരു സൂക്ഷിപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുവാൻ ശക്തനാ. പൂർണ്ണ സമാധാനം. അസമാധാനങ്ങളുള്ള ലോകത്തില് ശരിയായ ദൈവിക സമാധാനത്തോടുകൂടെ ജീവിപ്പാൻ അവൻ നമ്മളെ കാക്കുവാനായിട്ട് ശക്തനാണ്. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ മനസ്സിങ്ങനെ കലങ്ങി മറിഞ്ഞ് അസമാധാനം കൊണ്ട് നിറഞ്ഞിരുന്നപ്പോൾ കൊടുത്ത ധാരാളം ആശ്വാസ വചനങ്ങളും വാഗ്ദത്തങ്ങളും ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വാഗ്ദത്തമാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞ് ദൈവീക സമാധാനമാണ് ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ ഭരിക്കുവാൻ തക്കവണ്ണം വിട്ടുകൊടുത്തത്. ആ സമാധാനമാണ് നമ്മെ കാക്കുന്നത്. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ ആ യഹോവയിലെന്നും ആശ്രയിപ്പിൻ. അവനിൽ നിന്നും പ്രാപിക്കുന്ന സമാധാനം അത് നിത്യസമാധാനമാണ്. കർത്താവ് സമാധാനം നൽകുന്നവനെന്ന് മാത്രമല്ല, അവൻ തന്നെ സമാധാനമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-7 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. എപ്പോഴും പറയുന്നൊരു വാക്യമാണല്ലോ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിൽ പരമേൽപ്പിക്കുക അത്ര വേണ്ട, അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ അടുത്തതാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. സമാധാനം നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജീവിക്കണം. ദൈവികമായ സമാധാനം നമ്മൾ പലപ്പോഴും പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവികമായ സമാധാനം പ്രാപിക്കുവാൻ നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥനയോടുകൂടെ, യാചനയോടുകൂടെ, അപേക്ഷയോടുകൂടെ, സ്തോത്രത്തോടുകൂടെ അവൻ്റെ സന്നിധിയിൽ ചെന്ന് നെടുമ്പാടെ വീണാൽ നമുക്ക് അവിടെ നിന്നും ദൈവീക സമാധാനം ലഭിക്കും. അത് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഒക്കെ കാക്കുന്ന സമാധാനമായിരിക്കും. ദൈവീക സമാധാനം പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കണം. അവൻ ശാശ്വതമായ പാറയാണ്. അവനിൽ ആശ്രയിക്കുന്നവർക്ക് നിർഭയമായി സമാധാനത്തോടെ കഴിയുവാനായിട്ട് കഴിയും. നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുവാൻ കഴിവുള്ള ദൈവം, വീഴാതെ സൂക്ഷിക്കുന്ന ദൈവം. ഒരു സൂക്ഷിപ്പൂടെ പറഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തട്ടെ. തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, അത് നമ്മളെപ്പോഴും ഉച്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതാണല്ലോ. 2 തിമോഥെയോസ് 1:12 ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഏത് ദിവസം വരെ? ആ ദിവസം വരെ. ദൈവം എന്നെ ഏത് ദിവസം വരെ ഇവിടെ ആക്കുവാൻ, അല്ലെങ്കിൽ അവൻ്റെ മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണ്. ഈ ഉറപ്പ് നമുക്കുണ്ടാകണം. കർത്താവിനെ നമ്മുടെ ഉപനിധിയായിട്ട് ഹൃദയത്തിൽ നാം വാഴിക്കണം. അവനാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഉപനിധി, അവൻ്റെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് വലിയവനായ ദൈവമാണ്.
കർത്താവാണ് നമ്മെ സൂക്ഷിക്കുന്നത്. അവൻ്റെ വഴികളിൽ അവൻ നമ്മെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. അവസാനത്തോളം എന്ന് മാത്രമല്ല, നിത്യതയോളം സൂക്ഷിക്കും. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ശത്രുക്കളായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിങ്ങളെ നിരപ്പിച്ചു. നമ്മളെ എന്തിനു വേണ്ടി? ശത്രുക്കളായിരുന്ന നമ്മെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ്റെ ജഡശരീരത്തിൻ്റെ മരണത്തിൽ നമ്മളെ നിരപ്പിച്ചു. ഇതാണ് ദൈവത്തിൻ്റെ സൂക്ഷിപ്പിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ദുരുപദേശങ്ങളിൽ പെട്ടുപോകാതെ കർത്താവിൻ്റെ സൂക്ഷിപ്പിൽ ഉറപ്പുള്ളവരായിട്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യം ഉണ്ട്. ഹോശേയയുടെ പ്രവചനം 11-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എൻ്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. ഇതാണ് നമുക്ക് പലപ്പോഴും സംഭവിച്ചത്. ദൈവം നമ്മെ താങ്ങി, അതായത് തള്ളയാടുകളെ പതുക്കെ നടത്തി കുഞ്ഞാടുകളെ ഭുജങ്ങളിലെടുത്തു നടത്തുന്നു എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ പരിപാലനവും സൂക്ഷിപ്പുമാണ്. ആ സൂക്ഷിപ്പിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ മറന്ന് ജീവിക്കുകയാണ്. അവൻ നമ്മെ ഭുജങ്ങളിലെടുത്തു, എങ്കിലും അവരാണ് എന്നെ നടത്തിയത്, അവനാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ബോധം പലപ്പോഴും ഇല്ല. ദൈവത്തിൻ്റെ കരുതലുകൾ പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. ഒന്നുകിൽ അത് മറന്നു കളയുന്നു, മനഃപൂർവ്വം മറന്നു കളയുന്നു. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു വലിയ അപാകത നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വിടുതൽ എപ്പോഴും അവൻ മറന്നു കളയുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 7, 8, 10, 12 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവർ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. ദൈവം എത്ര പ്രാവശ്യമാണ് അവരെ വിടുവിച്ചത്. എന്നിട്ടും അവിടെ ഒരു 2 വാക്യം കൂടെ വായിച്ചിട്ട് ഈ ഭാഗത്തിൽ ഞാൻ വിരമിക്കട്ടെ, ഒന്ന് വായിച്ച് സഹായിക്കുക. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന് 31, 33 വാക്യങ്ങൾ അതുകൂടെ വായിച്ചാൽ ഈ സൂക്ഷിപ്പിൻ്റെ ആ ഒരു കാര്യം നമുക്ക് ശരിക്കും മനസ്സിലാകും. ആവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ ഭാഗം ക്ലിയർ ആകും. 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇതെല്ലാമായിട്ടും പാളയം ഇറങ്ങേണ്ടതിന് നിങ്ങൾ സ്ഥലം അന്വേഷിക്കുവാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനെ മറന്നുകൊണ്ട് ജീവിച്ച ഇസ്രായേൽ ജനം ഈ അവസ്ഥയിലൂടെയാണോ നാം കടന്നു പോകുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ 32-ാമത്തെ അധ്യായം, ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളുടെ ഇതോട് ചേർത്തൊന്ന് വായിച്ചാൽ ശരിക്കും കുറച്ചുകൂടെ മനസ്സിലാകും. 10, 11, 12 വാക്യങ്ങൾ. 32-ന്റെ 10, 11, 12. താൻ അവനെ മരുഭൂമിയിലും ഓടി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. അടുത്തത്, കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. അടുത്തൂടെ, യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടി അന്യദൈവം ഉണ്ടായിരുന്നില്ല. യഹോവ തനിയെ അവനെ നടത്തി, അവരോടുകൂടി അന്യദൈവം ഉണ്ടായിരുന്നില്ല. കഴുകൻ എന്നിങ്ങനെ ചെയ്യുന്നത് പോലെ, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ വഹിച്ചുകൊണ്ട് നടത്തി. ദൈവത്തിൻ്റെ നടത്തിപ്പ് ഇത്ര വലുതാണ്. ഇതിനെ നാം മറക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടെ പരിപാലകനും നമ്മൾ ദൈവമാണെന്നുള്ള കാര്യം വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുകയും സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ദൈവമാണ്. യെശയ്യാപ്രവചനം 46:4 നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ, നിങ്ങൾ നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. ഇതൊക്കെ തിരുവചനത്തിലുള്ള ഭാഗങ്ങളും വാഗ്ദാനങ്ങളും ഉറപ്പുകളുമാണ്. എന്നാൽ പലപ്പോഴും നാം ഇതൊക്കെ മറന്നു കളഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം, നമ്മെ സ്ഥിരപ്പെടുത്തുന്ന ദൈവമാണ്.
നനയ്ക്കാത്ത തരത്തിൽ സൂക്ഷിക്കുന്നവനാണ്. പൂർണ്ണമായി രക്ഷിക്കുന്ന സൂക്ഷിപ്പാണ്. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പിക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ സൂക്ഷിപ്പുകാരൻ. നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ സൂക്ഷിപ്പുകാരൻ. നമ്മെ പൂർണ്ണ സമാധാനത്തോടെ സൂക്ഷിക്കുന്നവനാണ്, കാക്കുന്നവനാണ്. അത് തൻ്റെ പ്രത്യക്ഷതയോളം ആ ദിവസം വരെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനെ നമ്മൾ ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. അവനിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. ഇനി അതിലെ 2 കാര്യങ്ങളൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതും അതിൻ്റെ ശേഷിച്ച ഭാഗങ്ങളും ചിന്തിച്ച് ഈ യൂദായുടെ പഠന പരമ്പര 18ാമത്തെ ക്ലാസ് ആകും. അതോടുകൂടി അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.